നമ്മുടെ ഈ കണ്ണിനുള്ള പ്രയാസം നമുക്ക് പരിശോധിച്ച് തന്നെ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള ഒരവസ്ഥയിൽ എല്ലാവരും പരിശോധിക്കുകയും കാഴ്ച ഇല്ലാതെ വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ കാഴ്ച മങ്ങുന്ന അവസ്ഥകൾ നമ്മൾ പലരും പേടിക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു കണ്ണ് മുഴുവനായിട്ട് തിമിരം കൊണ്ട് അടഞ്ഞു, മറ്റേ കണ്ണ് മുക്കാലും അടഞ്ഞു തുടങ്ങി. പ്രശ്നം കാരണം ബൈക്കോക്കും രണ്ട് കണ്ണിൻ്റെ പവർ വ്യത്യാസം നമ്മളോട് തമാശയ്ക്ക് വന്ന് എനിക്ക് ഇത്ര വരെ വായിക്കാൻ പറ്റും. സത്യമാണോ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്താൽ അത് ആ ഒരു താഴേന്ന് നമ്മുടെ അസോസിയേഷനും RCMുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും ഈ പരിപാടി ഇവിടെ വളരെ വിജയകരമായി നടത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുള്ളത് ഈ ഡോക്ടറാണ്. ഇപ്പോൾ അവിടെ RCMിലെ സ്റ്റാഫാണ്, അവിടുത്തെ PRO ആണ്. വളരെ നന്നായി ആ വർക്ക് നടത്തിയതിന് അസോസിയേഷൻ്റെ ഡോക്ടറാണ്. നമ്മുടെ കണ്ണിനെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങളൊന്നാണ് തിമിരം, രണ്ടാമത്തേത് കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന അസുഖമാണ് ഗ്ലോക്കോമ. രണ്ടും നമുക്ക് ചികിത്സിച്ച് തിമിരം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ്. എല്ലാ അസോസിയേഷൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഒരു മിനിറ്റൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ RCM ഒരു നേത്ര പരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ PRO നമ്മളോടൊന്ന് സംസാരിക്കുകയും വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കണ്ണ് പരിശോധന തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴാണ് എന്താണ് അസുഖം എന്നുള്ള കാര്യം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാഗമാണ് ഈ നേത്ര പരിശോധന. നമ്മുടെയൊക്കെ അനുഭവത്തിൽ തന്നെ കണ്ണിന് വന്നിട്ടുണ്ടായിരുന്ന കുഴപ്പമുണ്ട്. അത് ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്തുപോയ ഒരു അനിയത്തിയിട്ടുണ്ടോ. അപ്പം അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ണിനുള്ള പ്രയാസം നമുക്ക് പരിശോധിച്ച് തന്നെ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള ഒരവസ്ഥയിൽ എല്ലാവരും പരിശോധിക്കുകയും തുടർന്ന് എന്തെങ്കിലും ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നൊരു അപേക്ഷ വെക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മൾ അവിടുത്തെ PROനോട് സംസാരിച്ചപ്പോൾ അത്യാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന കേസുകളിൽ വളരെ കഷ്ടപ്പാടുന്ന ഒരു പ്രദേശവും കൂടിയാണ്. അത് കണക്കാക്കിക്കൊണ്ട് അത്യാവശ്യം 1-2 പേർക്ക് സൗജന്യമായി ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള നിലക്കാണ് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരമൊക്കെ ഓരോ കുറിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് വളരെ ചെറിയൊരു പരിപാടിയാണ്. ഒരു മണിക്ക് അവസാനിക്കും. അത് നിങ്ങൾക്ക് ഡോക്ടർ അപർണ വഴിതെറ്റി പോകുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം വളരെ അടുത്ത സുഹൃത്തും ഈ ഡിവിഷൻ്റെ കൗൺസിലറുമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട്. നമസ്കാരം. നമ്മുടെ അസോസിയേഷൻ്റെ ഇവിടെ അസോസിയേഷൻ ഭാരവാഹികൾ, അതേപോലെ ഇവിടെ ടീച്ചറിനെ ഡോക്ടർ അപർണ, എല്ലാവർക്കും സ്വയം അതുപോലെ തന്നെ കണ്ണിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ്. കാഴ്ച ഇല്ലാതെ വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ കാഴ്ച മങ്ങുന്ന അവസ്ഥകൾ നമ്മൾ പലരും പേടിക്കുന്ന ഒരു കാര്യമാണ്. നേത്ര പരിചരണ രംഗത്ത് 38 വർഷത്തിൽ ഇതിൻ്റെ പാരമ്പര്യമാണ് RCM ഹോസ്പിറ്റലിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കണ്ണിനെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങളൊന്നാണ് തിമിരം, രണ്ടാമത്തേത് കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന അസുഖമാണ് ഗ്ലോക്കോമ. രണ്ടും നമുക്ക് ചികിത്സിച്ച് തിമിരം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ്. ഗ്ലോക്കോമ നമ്മൾ 40 വയസ്സിന് ശേഷം എല്ലാവർക്കും കണ്ണിൻ്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാര്യം നമ്മൾ ഗ്ലോക്കോമ ഒന്ന് മിസ്സായി പോകുന്ന ഒരു രോഗങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ കൂടെ ചികിത്സിച്ച് കംപ്ലീറ്റ്ലി ഭേദമാക്കാവുന്ന വേറൊരു രോഗമാണ് റിഫ്രാക്റ്റീവ് എറർ അഥവാ ഷോർട്ട് സൈറ്റഡ്നെസ്
മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് നമ്മളൊരു കണ്ണിൻ്റെ ടെസ്റ്റ് നടത്താനൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ഒത്തിരി പൈസ ആവുന്ന ആ സാഹചര്യത്തിൽ സൗജന്യമായിട്ട് RCM നമുക്ക് ഇങ്ങനെ ഒരു അവസരം തരാമെന്ന് പറഞ്ഞ RCMൻ്റെ എല്ലാ ആളുകൾക്കും അസോസിയേഷൻ്റെ പേരിൽ അതിൻ്റെ വ്യക്തിപരമായ പേരിൽ അതുപോലെ തന്നെ വളരെ തിരക്കുകൾ ശ്രീകൃഷ്ണ ജയന്തിയാണ്. വളരെ തിരക്കുകളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പശുക്കളൊക്കെ ഒന്ന് ടീച്ചറിനോട് പറഞ്ഞു. അപ്പം തന്നെ പറഞ്ഞു നാളെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുന്നത് എന്താവശ്യം പറഞ്ഞാലും കൃത്യമായ രീതിയിൽ. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ടീച്ചറും മറ്റു കാര്യങ്ങളും നമ്മുടെ സ്റ്റേജ് വളരെ ശുദ്ധ രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ അത് വൈറ്റ് വാഷ് ചെയ്യണം. അവരുടെ പിള്ളേർ കളിക്കുമ്പോൾ അതുപോലെ തന്നെ നെറ്റായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിസ്സാര സമയങ്ങളാണ് എങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ചെയ്തു തരാമെന്നും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ കണക്ഷൻ നമുക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടാങ്ക് എത്തുന്നതാക്കും ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ കണക്ഷൻ കറക്റ്റാക്കി ചെയ്യും എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അത് പറയാണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് ഇതുവരെ സഹായിച്ചു നമ്മുടെ ടീച്ചറിനും അസോസിയേഷൻ ബന്ധത്തിൻ്റെ വ്യക്തിപരമായിരുന്നു. അതുപോലെ ഇതാക്കി ചേർന്ന മുഴുവൻ ആളുകൾക്കും ഈ പ്രോഗ്രാം വന്ന് സന്നിധാനമായിട്ടുള്ള എല്ലാവർക്കും അസോസിയേഷൻ അറിയിക്കുന്നു.